ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നേരിട്ടല്ല വന്നിരിക്കുന്ന എന്റെ പിക്ചറാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കാശ് മുടക്കൊന്നും ഇല്ലാതെ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് എങ്ങനെ എടുക്കാം, വോയിസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന്. ആദ്യം തന്നെ നമുക്ക് കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് എങ്ങനെ എടുക്കാമെന്ന് നോക്കിയാലോ. കോപ്പിറൈറ്റ് കിട്ടുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണല്ലേ. ഇനി ആ ടെൻഷൻ്റെ ആവശ്യമില്ല, സമാധാനമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള മ്യൂസിക്കും ആഡ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് യൂട്യൂബ് സ്റ്റുഡിയോ ഗൂഗിളിൽ ലോഗിൻ ചെയ്യുക. ഏറ്റവും താഴെയായിട്ട് നമ്മുടെ മ്യൂസിക് ലൈബ്രറി കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വിവിധ തരം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ നമുക്ക് അവിടെ കിട്ടും. ഇന്ത്യൻ വേണം, ഇന്ത്യൻ ഉണ്ട്, അറബിക് ഉണ്ട്. അത് നമ്മൾ നോക്കി സെലക്ട് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താലുണ്ടല്ലോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോയിൽ അത് വന്ന് സേവ് ചെയ്തെടുക്കും. പിന്നെ ഇഷ്ടമുള്ളിടത്ത് നമുക്ക് ആഡ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക്. കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ള പേടിയും വേണ്ട. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 10 പൈസ ചിലവില്ലാതെ വോയിസ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഇംഗ്ലീഷിൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്പിൽ നേരെ ചെന്നിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പച്ച കളർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള വീഡിയോ എടുക്കാം. ഇനിയാണ് പണി. നമ്മൾ ഇനി ഓഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്പീച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്കിങ്ങനെ കുറേ ആൾക്കാരുടെ മുഖം പോലെ ഉള്ള കാർട്ടൂണുകളെ കാണാൻ പറ്റും. ഇതിൽ ഈ ബ്രൗൺ ഷെയ്ഡിലുള്ളവരൊക്കെ ഫ്രീ ആയിട്ടാണ് നമുക്ക് സൗണ്ട് തരുന്നത്. അപ്പോൾ അതിൽ ആണ് വേണോ പെണ്ണ് വേണോ എന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഗേളിൻ്റെ സൗണ്ട് സെലക്ട് ചെയ്തു. ഇഷ്ടമുള്ള നമുക്ക് എന്താണോ പറയാനുള്ളത് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എന്നാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അത് ഓക്കെ കൊടുത്തിട്ട് താഴെ സ്റ്റാർട്ട് എന്ന് കൊടുക്കുമ്പം ഇതിവിടെ റെഡിയായി വരും. ഇനി നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഇനി അടുത്തത് മലയാളത്തിൽ സൗണ്ട് മാറ്റിയാലോ. നമ്മുടെ സൗണ്ട് ഇഷ്ടമല്ല, അപ്പോൾ വേറെ ആരുടെയും ഒരു സൗണ്ടിൽ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ നോക്കാം. അതിന് നമ്മൾ റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിൽ നമ്മൾ പറയാനുള്ളത് അതിലേക്ക് റെക്കോർഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാൻ എന്താ പറഞ്ഞതെന്ന് നമുക്ക് കേട്ട് നോക്കാം. ഹലോ കൂട്ടുകാരെ, സുഖമല്ലേ എല്ലാവർക്കും. ഇനി വോയിസ് എഫക്റ്റ് എന്ന് പറഞ്ഞ് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വിവിധ തരം സൗണ്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒന്ന് കേട്ട് നോക്കിയാലോ. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. അപ്പോൾ വേറെയും വോയിസ് ചേഞ്ചിങ് ആപ്പുകളുണ്ടോ എന്ന് ചോദിച്ചാൽ വേറെയും ആപ്പുകളുണ്ട്, പക്ഷെ അവിടെ നമ്മൾ പണം മുടക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള ആപ്പുകളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. അതിനു മുൻപേ മറ്റൊരു കാര്യം പറയട്ടെ. 299 രൂപ ഒറ്റ തവണ നിങ്ങൾ അടച്ചാൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് ക്ലാസ് ബേസിക് എല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവർക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ട്രെയിനിങ് തരുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.